ട്യൂഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞ വീഡിയോയിൽ എന്താ പറഞ്ഞത്? നമ്മൾ ആ റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഫുള്ള് കവർ ചെയ്തു അല്ലേ. അതിലെ ഒരു ക്വസ്റ്റ്യനൊക്കെ നമ്മൾ വെച്ചിട്ട് എന്ത് ചെയ്തു, ചെയ്യുകയും ചെയ്തു ഇല്ലേ? ഓർമ്മയുണ്ട്. ആ വീഡിയോ കാണാത്തവർ എന്ത് ചെയ്യുക, നിങ്ങൾ കാണുക. ഞാൻ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് കണ്ടിട്ട് വേണം വരാൻ. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, ആ ചാപ്റ്റർ ഏതൊക്കെ സെക്ഷനാണ് പഠിപ്പിക്കുന്നത് ഒന്നും തന്നെ മനസ്സിലാവാൻ സാധ്യതയില്ല. മനസ്സിലായെന്നുണ്ടാവും. ചിലവർ എന്ത് ചെയ്യും, റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് നോക്കിയിട്ട് വന്നിട്ടുള്ളവരുണ്ടാവും, അവർക്ക് മനസ്സിലാവുണ്ടാവും. അല്ലാത്തവർ എന്ത് ചെയ്യും, മനസ്സിലാവാതിരിക്കും. സ്വാഭാവികമല്ലേ. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് വരിക. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറയുന്ന പോലെ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മാക്സിമം ചെയ്യാൻ നോക്കണം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഒരു ബുക്കും പേനയൊക്കെ ആയിട്ട് ഇരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഒരു ചാൻസ് കിട്ടുമോ? ഇനി ചാൻസ് വേണ്ട, ഇത് ലാസ്റ്റ് ചാൻസാണ് അല്ലേ. ഏതൊരു എക്സാമിനും നമ്മൾ അങ്ങനെ തന്നെ പോവാം. ഇതിൻ്റെ ലാസ്റ്റ് ചാൻസാണ്. അപ്പോൾ മാക്സിമം നന്നായി പഠിക്കുക. അപ്പോൾ മാക്സിമം മാർക്ക് കിട്ടും. അത്രയും വേണ്ട. ഓക്കെ, ജസ്റ്റ് പാസ്സാവുമെങ്കിലും ചെയ്യുമല്ലോ അല്ലേ. അപ്പോൾ അത്രയൊക്കെ തന്നെ വേണ്ടു. നമുക്ക് റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാം. അത് എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കൊരു ഐഡിയ വേണം, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളൊരു ഐഡിയ വേണം. അപ്പം തന്നെ ഒരു കോൺസെപ്റ്റ് നമുക്ക് കിട്ടണം. കോൺസെപ്റ്റ് നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ കിട്ടി. ഇനി നമ്മൾ പ്രോബ്ലംസ് നോക്കുകയാണ്, എന്താണ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, എക്സാമ്പിൾ ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത് f(x) തന്നിട്ടുണ്ട്. അപ്പോൾ ഈ f(x) എന്ന് പറയുന്നത് 8x³ എന്നുള്ള രീതിയിലാണ്. ഈ മോളിക്കാക്കിയിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടില്ലേ, അത് ടൈപ്പ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 8x പവർ എന്ന് കാണിക്കാനാണ് ഇങ്ങനെ ഒരു സിമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ f(x) എന്ന് പറയുന്നത് 8x³ g(x) എന്ന് പറയണത് എഴുതി വെക്കുക കേട്ടോ, x⁻⁴ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, f(x) തന്നിട്ടുണ്ട്, g(x) തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് g കോമ്പോസിഷൻ f, അതുപോലെ f കോമ്പോസിഷൻ g ആണ്. അപ്പോൾ എന്താണ് ജി കോമ്പോസിഷൻ എഫ് എന്നും എഫ് കോമ്പോസിഷൻ ജി എന്നും നമുക്ക് അറിയാത്ത ഒരാൾ ഇങ്ങനെ ഒരു സിമ്പിൾ കണ്ടാൽ തന്നെ എന്ത് ചെയ്യില്ല, റെസ്പോണ്ട് ചെയ്യില്ല അല്ലേ. അപ്പോൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ ഒരു വീഡിയോ നിങ്ങൾ കാണുക, കോൺസെപ്റ്റ് മനസ്സിലാക്കുക, എന്നിട്ട് വരൂ എന്നുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ മനസ്സിലാക്കില്ലെങ്കിലും ഈ വീഡിയോയിലൂടെ നമ്മളെല്ലാം പഠിക്കും. അങ്ങനെയെങ്കിൽ അങ്ങനെ. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് പറഞ്ഞിട്ട് പോവാം. സിമ്പിളാണേ. f(x) നമുക്ക് തന്നിട്ടുണ്ട്, g(x) നമുക്ക് തന്നിട്ടുണ്ട്. ജി കോമ്പോസിഷൻ എഫ് ആണ് നമുക്ക് ആദ്യം കാണേണ്ടി വരിക അല്ലേ. രണ്ടും കാണണം. അപ്പോൾ ആദ്യം നമുക്ക് ജി കോമ്പോസിഷൻ എഫ് എന്ന് തുടങ്ങാം. അങ്ങനെ കാണുന്ന നേരത്ത് ജി കോമ്പോസിഷൻ എഫ് എന്ന് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. ബ്രാക്കറ്റിൽ എന്ത് ചെയ്തും f(x) എന്നല്ലേ. അപ്പോൾ നമുക്ക് എന്ത് തന്നെ കൊടുക്കാം, ജി കോമ്പോസിഷൻ f(x) എന്ന് തന്നെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ജി കോമ്പോസിഷൻ f(x) നമുക്ക് കാണണം. അപ്പോൾ ഈ കോമ്പോസിഷൻ, ഈ 0 കണ്ടില്ലേ, കോമ്പോസിഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ കോമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റു എന്നുള്ള രീതിയിലേക്ക് മാറ്റാൻ നമുക്ക് ബ്രാക്കറ്റ് കൊടുക്കാം. അപ്പോൾ g(f(x) എന്നങ്ങാവും. ഓക്കെ, അപ്പോൾ എനിക്കറിയാം f(x) എന്താണ്. f(x) എന്താ? യെസ്, നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 8x³ എന്ന് അല്ലേ. അപ്പോൾ g(f(x) എന്താണെന്ന് എനിക്കറിയാം. അപ്പോൾ f(x) എന്താണെന്ന് വെച്ചാൽ അവിടെ എഴുതുക, f(x)ൻ്റെ പ്ലേസിൽ. അത് എഴുതാൻ പറ്റില്ലേ, f(x) എത്രയാ, 8x³. അപ്പോൾ f(x) ഉള്ളോടത്ത് നമ്മൾ 8x³ എന്ന് കൊടുത്തു. എന്നിട്ട് g(8x³) വീണ്ടും നമ്മൾ അതിലേക്ക് പോവണ്ട അല്ലേ. g എന്താണെന്ന് എനിക്കറിയാം. g(x) എന്താ, x⁻⁴ ആണ്. x⁻⁴. അപ്പോൾ ഈ g(x) ആയിരുന്നപ്പോൾ x⁻⁴. അപ്പോൾ g(8x³ ആവുമ്പോൾ എന്ത് വരും? യെസ്, 8x³ എന്ന് വരും. ശരിയായോ? കിട്ടുന്നുണ്ടോ? മനസ്സിലായില്ലേ? ഇതുവരെ എന്താ പറഞ്ഞേ?
ആദ്യം ജി കോമ്പോസിഷൻ എഫ് ആയിരുന്നു നമുക്ക് കാണേണ്ടത്. അപ്പോൾ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് നേടി. ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും. ജി ഓഫ് എഫ് ഓഫ് എക്സിൽ ഈ എഫ് ഓഫ് എക്സ് എനിക്കറിയാം 8x³ ആണെന്ന്. അപ്പോൾ 8x³ എന്ന് കൊടുത്തു ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് എനിക്കറിയാം എന്താണ് എക്സ് റേസ് ടു 1/3 ആണ്. എക്സിൻ്റെ പ്ലേസിൽ ആരാണ് ഇവിടെ ഉള്ളത്? 8x³ ആണ്. അപ്പോൾ എക്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ആര് വരും ഇനി? 8x³. അപ്പോൾ ഇവിടെ എക്സ് റേസ് ടു 1/3 എന്നല്ല എഴുതേണ്ടത്, 8x³ റേസ് ടു 1/3 എന്ന് എഴുതണം. ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. അപ്പോൾ ഇതുവരെയുള്ളത് മനസ്സിലായി എന്ന് ഞാനെന്ന് എന്ത് ചെയ്യാണ്? അങ്ങ് വിചാരിക്കുകയാണ്. അടുത്ത സ്റ്റെപ്പ് മാത്രമേ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ ഇനി എഴുതുള്ളൂ കേട്ടോ. 8x³ പവർ 1/3 വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എത്തിച്ചിട്ടുണ്ട് അല്ലേ? ഈ 8x³ എന്നില്ലേ അതിന് ഞാൻ സ്പ്ലിറ്റ് ചെയ്യാണ്. അതിൻ്റെ പവർ തന്നെയാണ് എന്ത്? അതിൻ്റെ പവറാണ് എന്ത്? 1/3 എന്ന് പറയുന്നത്. അപ്പോൾ 8ൻ്റെ പവറും എന്തുതന്നെയാണ്? 1/3 ആണ്. x³ പവറും എന്തുതന്നെയാണ്? 1/3 ആണ്. അപ്പം ഇങ്ങനെ എഴുതാം. ഓൾ എന്നുള്ള രീതിയിൽ എഴുതിയതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതിയൊന്നും തെറ്റില്ല അല്ലേ? അപ്പം ഇങ്ങനെ എഴുതാം. ഇനി 8നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 8നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2⁻³ എന്ന് എഴുതാം. തെറ്റുണ്ടോ? 2⁻³ എന്ന് പറഞ്ഞാൽ 2 × 2 × 2 2 × 2 4 4 × 2 8. അപ്പോൾ എനിക്ക് അങ്ങനെ എഴുതിക്കൊണ്ട് തെറ്റില്ല. അതിങ്ങനെ എഴുതാൻ കാരണം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് പവർ 1/3 തന്നെ. x³ 1/3. ഇനി എന്ത് ചെയ്യുക? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒരു കാര്യം അല്ലേ? x⁻mn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x⁻m⁻n എന്ന് എഴുതിക്കൊണ്ട് തെറ്റില്ല അല്ലേ? അങ്ങനെ എഴുതിക്കൊണ്ട് തെറ്റുണ്ടോ? ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? മൾട്ടിപ്പിൾ ആണ്. പവർ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് മൾട്ടിപ്ലൈ ഗുണിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ 2⁻3 × 1/3 അല്ലെങ്കിൽ പവർ അല്ലേ? അപ്പോൾ 3 × 1/3 ആണ്. 3 × 1/3 എന്ന് പറയുമ്പോൾ 3യും 3യും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസൽ ചെയ്യാൻ പറ്റും. ബാക്കി ആരേ ഉള്ളൂ? പവറൊക്കെ പോയി അല്ലേ? പവറിൽ 1 മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ 2x എന്നങ്ങ് കിട്ടും. ഓക്കെ ആയോ? അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് 8x³ പവർ 1/3 എന്നുള്ളതായിരുന്നു. 8x³ 1/3 എന്ന് പറയുമ്പോൾ 8ൻ്റെയും പവറാണ് x³ പവറാണ് ആര്? 1/3 എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 8നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2⁻2 അല്ലെങ്കിൽ 2³ എന്ന് എഴുതാൻ പറ്റും. കാരണം ഇവിടെ x³ ആണ്. ഇവിടെ നമുക്ക് അതേപോലെ ആ ഒരു ഫോമിൽ എഴുതാൻ പറ്റും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ 3യും 3യും ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേ? ആ രീതിയിലേക്ക് മാറ്റി. അല്ലാന്നുണ്ടെങ്കിൽ ക്യൂബ് റൂട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കാണേണ്ടി വരും. അപ്പോൾ അത്രയ്ക്ക് ഇങ്ങോട്ട് പോകുന്നു വേണ്ട. നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ പിന്നെ എന്തിനാ അങ്ങോട്ടൊക്കെ പോകുന്നത്? അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അത് നിങ്ങൾ ആലോചിച്ച് വെക്കുക. വില ക്യൂബാക്കിയിട്ട് പവർ 3 വരാൻ പറ്റുമോ എന്നുള്ളത് ആലോചിച്ച് വെച്ചാൽ മതി. അത്രയും വേണ്ടു. അപ്പോൾ 2³ എന്നൊക്കെ എഴുതാൻ പറ്റുന്നത് കൊണ്ട് അങ്ങനെ എഴുതി. എന്നിട്ട് പവേഴ്സ് തമ്മിൽ എന്ത് ചെയ്തു? വെട്ടിപ്പോയി. ഇത്ര ചെയ്തിട്ടുള്ളൂ. ഇനി ഇതേപോലെ നമുക്ക് ആരെയും കൂടിയും ചെയ്യാനുണ്ട്. എഫ് കോമ്പോസിഷൻ ജിയും കൂടിയും ചെയ്യാനുണ്ട്. ജി കോമ്പോസിഷൻ എഫ് ചെയ്ത പോലെ എഫ് കോമ്പോസിഷൻ ജിയും കൂടിയും ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ നേരത്തെ എഴുതിയ പോലെ എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് അത് ഞാൻ ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട്. നോക്കിയേ ഇതാ. എന്നിട്ട് ഈക്വൽ ടു ഞാനിത് ഈക്വൽ ടു കൊടുക്കുകയാണ്. അതും ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ്? എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സിനെ എക്സ് വന്നത് എങ്ങനെയാണെന്ന് അറിയാലോ? ജി ഓഫ് എക്സ് ആയതുകൊണ്ട്. അപ്പോൾ എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് എഴുതി. എഫ് ജി ഓഫ് എക്സ് എന്താ? x⁻³ 1/3. അപ്പം ഞാനിവിടെ എഫ് ഓഫ് ജി ഓഫ് എക്സ് എനിക്കറിയാം എന്താണ്? x⁻³ 1/3. അപ്പോൾ അതിൻ്റെ പ്ലേസിൽ അത് കൊടുത്തു. സിമ്പിളാണ്. മനസ്സിലാക്കുക മാത്രമേ വേണ്ടൂ. ഇനി എഫ് ഓഫ് എക്സ് ആയിരുന്നുവെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും?
എഫ് ഓഫ് എക്സ് ആണെങ്കിൽ 8x³ എന്ന് എഴുതാൻ പറ്റും. പക്ഷെ അവിടെ എഫ് ഓഫ് എക്സ് അല്ല, പക്ഷേ എഫ് ഓഫ് ആണല്ലോ, അതുകൊണ്ട് ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. എക്സ് ഉള്ളിടത്ത് ആരനെ കൊടുക്കാൻ മതി, x⁻⁴ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ആ രീതിയിൽ എഴുതുകയാണ്. 8 അങ്ങനെ തന്നെ കൊടുത്താൽ എക്സ് ഉള്ളിടത്ത് ആര് വരും, x⁻⁴. പവർ ആരാണ്, 3. കണ്ട x³ എന്നല്ലേ, 8x³ എന്നാണ്. എക്സ് ഉള്ളിടത്ത് ആര് വന്നു, x⁻⁴ എന്ന് വന്നു. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ 8 അങ്ങനെ തന്നെ കൊടുക്കുക. ഈ കണ്ടോ, നേരത്തെ നമ്മൾ ചെയ്തില്ലേ, എന്താ ചെയ്തേ, m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8x⁻m × n എന്നാണ്. എമ്മും എന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ ആക്കി എഴുതാനൊക്കെ പറ്റും എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ രീതിയിൽ 3 3 ക്യാൻസൽ ചെയ്താൽ 8x എന്ന് എനിക്ക് കിട്ടത്തില്ലേ. ഡിവിഷനായ കാരണം കേട്ടോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ x⁻⁴ × 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അതൊക്കെ മാറ്റിയാണേ നമുക്ക് 8x കിട്ടിയിട്ട് മനസ്സിലായല്ലോ. ഞാൻ അതൊന്നും കൂടി ക്ലിയർ ചെയ്ത് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. 8 × x⁻⁴ പവർ 3 എന്നാണ്. ഈ x⁻⁴ all 3 എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, x⁻⁴ × 3 എന്ന് എഴുതാം. 3 3 ക്യാൻസൽ ചെയ്താൽ ബാക്കി എന്തേ ഉള്ളൂ, എക്സ്. അപ്പോൾ ഈ എക്സ് 8x ആയിട്ട് നമുക്ക് വരും. ഓക്കെ, അപ്പം ഞാനത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായി എന്നുള്ള രീതിയിൽ അടുത്ത ചോദ്യത്തേക്ക് പോവുകയാണ്. അപ്പോൾ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2x ആയിട്ടും എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് 8x കിട്ടി, ഈക്വൽ ആവുന്നില്ല. ഓക്കെ, ആദ്യത്തെ എക്സാമ്പിൾ കഴിഞ്ഞു കേട്ടോ. ഇനി രണ്ടാമത്തെ എക്സാമ്പിളിൽ അപ്പോൾ ഇത് ഞാൻ എടുത്തത് ജി കോമ്പോസിഷൻ എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പോസിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് റിലേഷൻ ആൻഡ് ഫങ്ഷൻസിൽ, അതിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ആ ഭാഗം ഒന്നും കൂടി നോക്കുക. ഇനിയും ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇതാ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയണത്, ഞാൻ എവിടേക്ക് പോവുകയാണ്, പിന്നെയും ഒരു ബൈനറി ഓപ്പറേഷൻ ചെയ്യാം, ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്യാം, അതാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ പോയി ഇരുന്നാൽ ബോറടിക്കില്ലേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്യണം. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണുന്ന പോലെ ഇടയ്ക്ക് മിക്സ് ചെയ്ത് പോവാം. അപ്പോൾ ആദ്യം ബൈനറി ഓപ്പറേഷൻസിലേക്ക് പോവുകയാണ്. ബൈനറി ഓപ്പറേഷൻ വെച്ചിട്ടാണുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കാണേണ്ടത്, എന്തൊക്കെ തന്നിട്ടുണ്ട്. ഒരു ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ നമുക്ക് തന്നിട്ടുണ്ട്, ശരിയാണോ? യെസ്. അത് ഓൺ ക്യൂവിലാണ്, റാഷണൽ നമ്പേഴ്സിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എന്തായിരിക്കും അവിടെ ബൈ എന്നൊക്കെയുള്ള ഒരു പേര് വരും. a/b a ഒരു ഡിവിഷനുള്ള ഫോമിൽ വരും അല്ലേ. ab/3 എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ളത് a*b. അപ്പോൾ സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണെന്നും അസോസിയേറ്റീവ് ആണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ കാണിക്കാൻ എന്ത് ചെയ്യണം, a*b = b*a എന്ന് കാണിക്കേണ്ടതുണ്ട്. a*b = b*a എന്ന് കാണിക്കണം. അപ്പോൾ a*b എനിക്ക് അറിയാം എന്താണ്, ab/3. b*a ചെയ്യുമ്പോഴും എന്ത് തന്നെ കിട്ടണം, ab/3 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത്രേ വേണ്ടൂ. അതാണ് എന്ത്, കമ്മ്യൂട്ടേറ്റീവ് ആണല്ലോ, ആണോ, അതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഇനി അടുത്ത കേസിൽ അങ്ങനെ ഇതേപോലെ അടുത്ത കേസിൽ അസോസിയേറ്റീവ് ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ a*b × c a*b * c = എന്താണ്, a*. ഈ ബ്രാക്കറ്റ് ഒന്ന് മാറ്റിയിട്ടാൽ മതി. എന്തായിരിക്കും ആൻസർ വരിക എന്നുള്ളതാണ്. ഇത് സോൾവ് ചെയ്യുക. അപ്പോൾ a*b ബ്രാക്കറ്റ് ഉണ്ട്, ക്ലോസ്, പിന്നെയും സ്റ്റാർ c = a*. ബ്രാക്കറ്റ് ഒന്ന് മാറ്റിയിട്ട് b*c ബ്രാക്കറ്റ് കൊടുത്തു. ഇത് സോൾവ് ചെയ്താൽ അസോസിയേറ്റീവ് ആണ് എന്ന് കാണിക്കുക. അപ്പോൾ LHS RHS പ്രൂവ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഇക്വേഷന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഞാൻ പറഞ്ഞു ഇക്വേഷൻ എഴുതുന്നതിന് എന്തുണ്ട്, മാർക്കുണ്ട്. ഇക്വേഷൻ പഠിച്ചു വെക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് a*b. എവിടെ എഴുതാം, a*b എന്ന് പറയണത് b*a ആണെന്നാണ്. അപ്പം a*b എനിക്കറിയാം, ഓൾറെഡി അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി വീണ്ടും എന്ത് ചെയ്യണ്ട, നമുക്കത് പ്രൂവ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി. ഇനി b*a മാത്രമേ നമുക്ക് എഴുതേണ്ട ആവശ്യമുള്ളൂ. b*a എന്ന് പറയുമ്പോൾ ba/3 എന്നായിരിക്കില്ലേ,
എ സ്റ്റാർ ബി എന്ന് പറയുമ്പോൾ എ ബി ബൈ 3. ആദ്യം എ പിന്നെ ബി വന്നത് എ ബി ഉണ്ടോ. അപ്പോൾ ബി എ, അപ്പോൾ ബി ആണ് ആദ്യം പിന്നെ എ ആണ്. അപ്പോൾ ബി എ ബൈ 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ബി എ എന്ന് പറഞ്ഞാലും എ ബി എന്ന് പറഞ്ഞാലും സെയിമാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഇൻറ്റു 2 എന്ന് പറഞ്ഞാലും 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാലും സെയിം അല്ലേ? 1 ഇൻറ്റു 2 എന്താ 2, 2 ഇൻറ്റു 1 എന്താ 2, സെയിം അല്ലേ? അപ്പോൾ മൾട്ടിപ്പിൾ ആണ്, സെയിം ആയിരിക്കും എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ബി എ എന്ന് പറയണത് ഈക്വൽ ടു എ ബി ആയിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടിയില്ലേ? ബി എ ബൈ 3 അല്ലെങ്കിൽ എ ബി ബൈ 3. ഇത് രണ്ടും എന്തുതന്നെയാണ്? സെയിം ആണ്, കമ്മ്യൂട്ടേറ്റീവ് ആണ്. അപ്പോൾ എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു ബി സ്റ്റാർ എ എന്നുള്ളത് പ്രൂവ് ചെയ്താൽ എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഇനി നമുക്ക് എന്തുകൂടി കാണിച്ചാൽ മതി? അസോസിയേറ്റീവ് ആണെന്ന് കൂടി കാണിച്ചാൽ മതി. അപ്പോൾ അസോസിയേറ്റീവ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എ സ്റ്റാർ ബി സ്റ്റാർ സി എന്തിനോട് ഈക്വലാണെന്ന് കാണിക്കണം? എ സ്റ്റാർ ബി ബ്രാക്കറ്റ് മാറ്റിയിട്ട് സ്റ്റാർ സിനോട് ഈക്വലാണെന്ന് കാണിക്കണം. അപ്പോൾ ആദ്യം ഞാനിവിടെ എഴുതുകയാണ്, കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് തോന്നുന്നു. ഞാൻ എഴുതാം. എ സ്റ്റാർ ബി സ്റ്റാർ സി, എ സ്റ്റാർ ബി സ്റ്റാർ സി ഈക്വൽ ടു എന്തെന്ന് വരും? എ സ്റ്റാർ എ സ്റ്റാർ ബി എന്താണ്? ബി എ ബി ബൈ 3 അല്ലേ? എ ബി ബൈ 3 എന്ന് വരും. അപ്പോൾ ആദ്യം എ വന്നു പിന്നെ ബി വന്നു. ഇവിടെയോ ആദ്യം ബി വന്നു പിന്നെ സി വന്നു. അപ്പോൾ ബി സി ബൈ എന്ത് വരും? 3 എന്ന് വരും. ശരിയാണല്ലോ, സിമ്പിൾ അല്ലേ? ഇപ്പം ഇവിടെ കിടക്കുന്നത് എന്താ? ആദ്യം എ വന്നു പിന്നെ ബി അല്ല കിടക്കുന്നത്, ഒരു ടേം അല്ലല്ലേ കിടക്കണേ? അല്ല, വേണമെന്നുണ്ടെങ്കിൽ ഡിന്ന് കൊടുക്കാം കേട്ടോ നമുക്ക് അതിനെ. എന്നിട്ട് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനത്തെ ഒന്നും പോകണ്ട, നമുക്ക് നമുക്ക് കോമൺ സെൻസ് ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പോകും. അപ്പോൾ ആദ്യത്തെ ടൈം ഏതാ? ഇതിൽ ആദ്യത്തെ ടൈം എ ആയതുകൊണ്ട് എ എഴുതു. പിന്നെ അടുത്ത ടൈം ബി ആയതുകൊണ്ട് അവിടെ ബി എന്ന് വരും. പക്ഷേ അടുത്ത ടൈം ഇവിടെ ബി അല്ല, എന്താ എടുക്കുന്നത്? ബി സി ബൈ 3. എന്നിട്ട് ഓൾ ഡിവൈഡർ ബൈ എന്നും കൂടി ഉണ്ട് 3. അപ്പോൾ എ ബി ബൈ 3 എന്ന ഫോമിൽ തന്നെ നമ്മൾ ഇതിനെ കൊണ്ടുവരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? മുകളിലുള്ള ആളെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എ ബി സി ബൈ 3 ഓൾ ഡിവൈഡർ ബൈ 3. അപ്പോൾ ഈ ഒരു ഫോമിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടോ? മുകളിലുള്ള ആളെ ന്യൂമറേറ്ററിൽ എന്തുണ്ട്? എ ഇൻറ്റു ബി സി ബൈ 3 എന്നുണ്ട്. അപ്പോൾ എ ഇൻറ്റു ബി സി ബൈ 3 എ ബി സി എന്ന് വരില്ലേ? ബൈ 3 ഓൾ ഡിവൈഡർ ബൈ 3. ഇനി എന്ത് ചെയ്യാൻ പോവാ? നമ്മൾ ഇതിൻ്റെ ബാക്കിയിലേക്ക് പോകണം. എഴുതാൻ പോവാണ്. അപ്പം ഞാനെല്ലാം മാച്ചു. എ ബി സി ബൈ 3 എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ ന്യൂമറേറ്റർ അതേപോലെ എഴുതുക. എ ബി സി ബൈ 3 ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്നത് 3 ആണ്. 3നെ നമുക്ക് 3/1 എന്ന് എഴുതാം. അപ്പോൾ ഡിവിഷനാണ് നമുക്ക് മാറ്റേണ്ടത്. ഡിവിഷനാണ് അവിടെ പ്രശ്നം. അപ്പോൾ ഡിവിഷനെ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് മൾട്ടിപ്പിൾ ആക്കാൻ പറ്റും. അങ്ങനെ ഇങ്ങനെയൊന്നും മൾട്ടിപ്പിൾ ആക്കാൻ പറ്റില്ല. എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിലുള്ള 3/1നെ തിരിച്ചിടണം. റെസിപ്രോക്കൽ എടുത്തിട്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. റെസിപ്രോക്കൽ എടുക്കാനൊക്കെ എനിക്കറിയാം. 3/1നെ റെസിപ്രോക്കൽ എടുക്കാൻ എന്ത് വരും? 1/3. അപ്പോൾ ആൻസർ എ ബി സി ബൈ 9. 3 × 3 9. നേരിട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. ഇതേപോലെ തന്നെയാണ് ഇത് ഇവിടെയും നമുക്ക് ചെയ്തിട്ടുള്ളത്. നോക്കി, ഇവിടെ ആദ്യം എ സ്റ്റാർ ബി ചെയ്യേണ്ടി വന്നു. എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ എ ബി ബൈ 3 ആണ്, നമുക്കറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ സിയും കൂടി ഉണ്ട് അല്ലേ? സി എങ്ങനെ വന്നത്? ഇതാ എ ബി ബൈ 3 സ്റ്റാർ സി എന്ന് ചെയ്യാനുണ്ട്. അപ്പോൾ അത് സോൾവ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? ഈ ഇക്വേഷനിൽ കൊടുക്കണം വേണ്ടി വരും അല്ലേ? അപ്പോൾ എയുടെ പ്ലേസിൽ എ ബി ബൈ 3 ആണ്, ബിയുടെ പ്ലേസിൽ സി ആണ്. അപ്പോൾ എ ബി ബൈ 3 ഇൻറ്റു സി ബൈ 3 എന്ന് വരും. അപ്പോൾ എ ബി ഇൻറ്റു സി, എ ബി സി അല്ലേ? ശരിയല്ലേ? പിന്നെയോ 3യും കൂടി ഉണ്ട്, ആ 3 കൊടുത്തു. ഓൾ ഡിവൈഡർ ബൈ എന്തും കൂടി ഉണ്ട്? 3 ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ എഴുതി.
ഇനി അപ്പം ഇവിടെ വീണ്ടും വന്നിട്ടുള്ളത് എന്ത് തന്നെയാണ്, ABC/3 ഹോൾ ഡിവൈഡഡ് ബൈ 3 എന്ന് തന്നെയാണ്. ഞാൻ നേരത്തെ ചെയ്തു തന്നില്ലേ, എന്താ വന്നേ, ന്യൂമറേറ്റർ അതേപോലെ എഴുതുക, ഡിനോമിനേറ്റേഴ്സ് തിരിച്ചിട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം എന്ത് വരും, ABC/9. അത് തന്നെ കിട്ടില്ലേ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ, അത് അസോസിയേറ്റീവ് ആണ്, നിസ്സാരമാണ്. ഇതൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ചോദ്യം ചോദിക്കാറുണ്ട്, നോക്കി വയ്ക്കുക കേട്ടോ. അടുത്ത ഒരു ഇതിലേക്ക് പോവാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. മനസ്സിലായി എന്നുള്ളത് കൊണ്ടാണ്, എളുപ്പമാണ് എന്നുള്ളത് കൊണ്ടാണ് സ്പീഡിൽ പോകുന്നത് കേട്ടോ. ഷോ ദാറ്റ് എഫ് എന്ന് പറയണത് നമുക്ക് തന്നിട്ടുണ്ട്, എഫ് സച്ച് ദാറ്റ് ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 1 to R പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു മാപ്പിംഗ് തന്നെയാണ് നമുക്കിവിടെ കാണിക്കുന്നത്. ക്ലോസ്ഡ് ഇൻ്റർവെൽ ആണ് -1 1 എന്നുള്ള രീതിയിൽ അത് എവിടേക്ക് പോകുന്നുണ്ട്, 6 വരെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് 1 1 ആണെന്ന് മാത്രമേ നമുക്ക് കാണിക്കണ്ടു. അപ്പോൾ ഇത് 1 1 ആണ്. അപ്പോൾ f(x) ഇവിടെ തന്നിട്ടുള്ളത് തെറ്റിക്കേണ്ട. f(x) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x/x+2 എന്നാണ്, തെറ്റണ്ട കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് പറയണത് എന്തായിരുന്നു, ഇത് 1 1 ആണ് എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ മുമ്പ് ഒരു മെത്തേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് തന്നിട്ടുള്ളത് എന്ത് ചെയ്താൽ മതി, അതിൽ കൊടുക്കുക. എന്ത് കൊടുക്കുക, നമുക്ക് എന്തൊക്കെ നമ്പേഴ്സ് തന്നിട്ടുണ്ടോ അതൊക്കെ എന്ത് ചെയ്യുക, ഈ f(x)ൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, മാപ്പ് കിട്ടും. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഡൊമൈൻസേ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് റേഞ്ച് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ ഡൊമൈൻ എന്താണെന്നുള്ളത് എനിക്ക് അറിയില്ല, കാരണം ഒരു ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 1 തന്നാൽ ഇതിലും 1 -1 മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ, പറ്റില്ല. എന്താവാം, -1ഉം ഒരു 0 വേണമെങ്കിൽ വന്നിട്ടുണ്ടാവും, അതിൻ്റെ ഉള്ളിലുണ്ടാവാം ഒന്നുകൂടെ. അപ്പോൾ ഏത് നമ്പേഴ്സാണ് ഉള്ളത് എന്നുള്ളതൊന്നും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ കുറച്ച് വേറൊരു ട്രിക്കല്ല, ഇങ്ങനെയും നമുക്ക് പോവാം. എന്ത് ചെയ്താൽ മതി, f(x1) = f(x2) എന്ന് പറയണത് എന്താണെന്ന് കാണിച്ചാൽ മതി. സോൾവ് ചെയ്തിട്ട് x1 x2 ആണെന്നുള്ളത് = നമ്മൾ ആ ഒരു ഫോമിലേക്ക് എത്തിക്കണം. f(x2) x1 = f(x2) നിന്ന് തുടങ്ങി എവിടെ എത്തണം, x1 = x2 എത്തണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫംഗ്ഷനും എന്ത് തന്നെയാണ്, 1 1 ആണ്. അത് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുക അല്ലേ, ആദ്യമായിട്ട് നമ്മളത് പഠിക്കുകയാവും. ഞാൻ ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് മുമ്പ്, പക്ഷേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവില്ല, ശ്രദ്ധിക്കുക. x1 = എന്താണ്, x2 ആണ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. = അല്ല, ഇംപ്ലൈസ്. നമ്മൾ അതിലേക്ക് എത്തിക്കും. അപ്പോൾ ഞാൻ എവിടെ നിന്ന് തുടങ്ങണം എന്നാണ് പറഞ്ഞു വന്നേ, f(x1) ഇത് തുടങ്ങണം. അപ്പോൾ f(x1) അറിയില്ല, അപ്പോൾ ആദ്യം ഇത് എഴുതുക, x1/x1+2 അല്ലേ. ഇതേപോലെ f(x2) എനിക്ക് അറിയില്ല, അപ്പോൾ അത് എഴുതണം. f(x2) എന്ന് പറയുമ്പോൾ x2/x2+2. ഓക്കെ, അപ്പോൾ f(x1) എന്താണ്, നമ്മൾ ഇതിൽ കൊടുത്തു കിട്ടാം, x എന്നുള്ളടത്ത് s1 എന്ന് കൊടുത്തു, അത്രേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ഉള്ള സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു തരാം. ഇതിലേക്ക് ഇതാ നോക്ക്, 2 ഈക്വലാക്കി കൊടുത്തു. പിന്നെന്താ ചെയ്തേ, x1/x1+2 = x2/x2+2 എന്നുള്ള രീതിയിൽ എഴുതി. ഇയാളെ ഇങ്ങോട്ട് റൈറ്റ് സൈഡിലേക്ക് എടുത്തു, ഇയാളെ ഈ റൈറ്റ് സൈഡിലേക്ക് എടുത്തു, റൈറ്റും ലെഫ്റ്റൊക്കെ ആയിട്ട് എടുത്തു, ഇത്രയേ ഉള്ളൂ. ഇയാളെ ഞാൻ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു, ഇയാളെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂമറേറ്ററിലേക്ക് എടുത്തു. ഈ ഡിനോമിനേറ്ററിനെ ന്യൂമറേറ്റർ ഇങ്ങോട്ടല്ലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ, ഈ ഡിനോമിനേറ്ററിനെ ഞാൻ ഇങ്ങോട്ടല്ലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അങ്ങനെ കൊണ്ടുവരുമ്പോൾ അത് മൾട്ടിപ്പിൾ ആവുന്നില്ലേ, അങ്ങനെ മൾട്ടിപ്പിൾ ചെയ്തിട്ട് മൾട്ടിപ്പിൾ ആക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത സ്റ്റെപ്പിൽ എഴുതാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയണത് അപ്പോൾ എന്താ വരുന്നത്, മൾട്ടിപ്പിൾ ആക്കിയിട്ട് എഴുതി എന്നുള്ളതാണ്. ആ സ്റ്റെപ്പ് ഓക്കെ അല്ലേ. ഇനി അങ്ങനെ ആവുമ്പോൾ എനിക്ക് എന്ത് വരും, x1 × x2 ചെയ്യണം, x1 × 2 ചെയ്യണം. അപ്പോൾ x1 × x2 എന്ന് പറയുമ്പോൾ എന്താണ്, x1 × x2 എന്ന് പറയുമ്പോൾ x1 x2 എന്ന് വരും, പ്ലസ് അടുത്ത സ്റ്റെപ്പിൽ 2x1 എന്ന് വരുന്നുണ്ട് അല്ലേ. അടുത്തത് ഇതേപോലെ x2 എനിക്ക് ചെയ്യാനുണ്ട്, ബ്രാക്കറ്റൊക്കെ എടുത്തിട്ട് എന്ത് വരും, x1 x2 എന്ന് തന്നെ എഴുതാം, പ്ലസ് ഇവിടെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്, 2x2 എന്ന് വരും. ശരിയാണല്ലോ, അതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ക്യാൻസൽ ചെയ്യാൻ വരുന്നത് എന്താണ്, x1ഉം
ഇവിടെ x1 x2 x1 x2 മൈനസ് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ബാക്കി ഇവിടെ ആര് വരും? 2x1 2x2. ഇതിൽ 2ഉം 2ഉം കോമൺ ആണ്, ക്യാൻസൽ ചെയ്യാലോ അല്ലേ? പറ്റില്ലേ? അപ്പോൾ ബാക്കി നമുക്ക് എന്ത് കിട്ടി? യെസ്, നമ്മൾ എന്ത് ഉദ്ദേശിച്ചത്? യെസ്, x1 = x2 എന്നുള്ള രീതിയിലേക്ക് എത്തണം എന്നുള്ളതാണ്. അപ്പോൾ f(x1) = f(x2) ഇംപ്ലൈസ് x1 = x2 എന്നുള്ള രീതിയിലേക്ക് എത്തിച്ചാൽ നമ്മളിത് ജസ്റ്റ് ഒന്ന് തൊട്ട് വയ്ക്കെങ്കിലും ചെയ്യണം. ഇക്വേഷൻ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ചെയ്ത് വയ്ക്കെങ്കിലും ചെയ്യാം. കാരണം ഈ ഒരു ഫോമിൽ വരുമ്പോൾ നമുക്കറിയില്ല ഏതൊക്കെ നമ്പേഴ്സ് കിട്ടും, എങ്ങനെയൊക്കെ കിട്ടും. നമുക്ക് ചെയ്ത് നോക്കാം. 2-3 എക്സാമ്പിൾസ് വെച്ചിട്ട് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ചെയ്തിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ കുറച്ചും കൂടി വേറൊരു ട്രിക്ക് നമുക്ക് അറിയണം. ഇത് അറിഞ്ഞുകൊണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പോൾ ഇതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ രീതിയിലും ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കിക്കുക. അടുത്തതിലേക്ക് പോവുകയാണ്. കിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യനും ഇതേപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ f(x) നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? f(x) എന്ന് പറയുന്നത് എന്താണ്? 2x ആണ്. പിന്നെ നമുക്ക് റേഞ്ച് എന്ന് പറയുന്നത് ഈ ക്ലോസ്ഡ് ഇൻ്റർവെൽ നിന്നൊന്നുമല്ല, സിമ്പിളായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? n-ൽ നിന്ന് n-ലേക്ക് പോകുന്നുണ്ടെന്ന്, n-ൽ നിന്ന് n-ലേക്ക് പോകുന്നുണ്ടെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ് നമുക്ക് അറിയില്ലേ? അറിയാത്തതാണോ? അല്ല, അറിയാത്തില്ല. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പോവുകയാണ്. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, നമുക്കിവിടെ എക്സാമ്പിൾ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാരണം 1 മാർക്കിനുള്ള ചോദ്യമാണ്. മറ്റേത് അങ്ങനെ ആവണമെന്നില്ല, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റെപ്പ് വെച്ചിട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിലും ചെയ്തുകൊണ്ട് തെറ്റൊന്നുമില്ല. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതുപോലെ ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ എക്സാമ്പിൾസ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് എനിക്കറിയാം, 1 2 3 4 5 അങ്ങനെ. അപ്പോൾ ഈ എക്സിന് ആദ്യം ഞാൻ എന്ത് കൊടുക്കും? 1 കൊടുക്കും. അപ്പോൾ ഈ എക്സിലോടത്തൊക്കെ ആര് വരും? 1 വരും. അപ്പോൾ നമുക്ക് റേഞ്ച് കിട്ടും അല്ലേ? അപ്പോൾ ഡൊമൈൻ എന്ന് പറയുന്നത് 1 കൊടുത്തു. ഡൊമൈൻ എന്ന് പറയുമ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് നിന്ന് ഒരു 1 എടുത്തു. റേഞ്ച് എന്ന് പറയുമ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് തന്നെയാണ് ആവണം. അതിലുള്ള റേഞ്ച് എന്താണോ കിട്ടുന്നത് അതാണല്ലോ. അപ്പോൾ നാച്ചുറൽ നമ്പർ ആയാൽ മതി, അത്രയേ ഉള്ളൂ. നാച്ചുറൽ നമ്പേഴ്സ് തന്നെ കിട്ടുമെന്നാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് തന്നെ കിട്ടും. എല്ലാ നമ്പേഴ്സും കിട്ടണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഡൊമൈൻ 1 കൊടുത്തു. 1 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ? 2 × x എന്നല്ല, x ഇവിടെ എന്താണ്? 1 ആയതുകൊണ്ട് 2 × 1 = 2. അടുത്തത് ഞാൻ ഡൊമൈൻ മാറ്റി കൊടുക്കുകയാണ്. ഡൊമൈൻ എന്ത് വരും? ഇനി അടുത്തത് ഡൊമൈൻ എന്ത് കൊടുത്തു? യെസ്, 2 എന്ന് കൊടുത്തു. അപ്പോൾ 2 × 2 4. കണ്ടോ? 2 × 2 4 എന്ന് എഴുതി. ഇത് f(x) ആണ്. f(x) നമുക്കറിയാം എന്താണ്? 2x ആണ്. അപ്പോൾ ആ ഒരു ഇക്വേഷനിലാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ 1 കൊടുത്തപ്പോൾ എന്താണ്? 2 ഈവൻ നമ്പർ കിട്ടും അല്ലേ? ഇനി 2 കൊടുത്തു കഴിഞ്ഞാൽ 2 × 2 എന്താണ്? 4. ഇനി 3 കൊടുത്താലോ? 3 × 2 6. അങ്ങനെ പോകും. അങ്ങനെ അല്ലേ? ആ ഒരു പാട്ട് കേട്ടിട്ടില്ലേ? അങ്ങനെ അതേപോലെ തന്നെ. അപ്പോൾ 1 ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? 2 കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 4. ഞാൻ മാപ്പിംഗ് ഒന്ന് കാണിച്ചു തരികയാണ്. 1 1 ആണോ എന്നുള്ളത് നിങ്ങൾ തന്നെ പറ നോക്കട്ടെ. അപ്പോൾ 1 കൊടുത്തപ്പോൾ 2 കിട്ടി, 2 കൊടുത്തപ്പോൾ എന്ത് കിട്ടി? 4 കിട്ടി. അപ്പോൾ ഇതെന്താണ്? 1 1 ആണോ? 1 1 ആണോ? എങ്ങനെ ഇത് 1 1 ആണെന്ന് മനസ്സിലാക്കുന്നത്? ഓക്കെ, അപ്പോൾ ഇത് 1 1 ആണോ? 1 1 ആണ് കേട്ടോ. കാരണം എന്താ? നമ്മൾ എയിലത്തെ ഏതൊരു എവറി എലമെൻറ്റ്സ് കൊടുത്താലും അതിനെ മാപ്പ് ചെയ്തുകൊണ്ട് ഡിഫറെൻ്റ് എലമെൻറ്റ്സ് ആയിട്ടുള്ള എന്ത് കിട്ടും? അതിലേക്ക് ഡിഫറെൻ്റ് എലമെൻറ്റ്സിലേക്ക് മാപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? നമ്മൾ അപ്പോൾ എ ബി എന്നൊക്കെ പറയണത് നമ്മൾ ഡെഫിനേഷനാണ്. നമ്മൾ ഡൊമൈൻസ് കൊടുത്തു അല്ലേ? ഡൊമൈൻസ് എന്ന് പറയുമ്പോൾ 1 കൊടുത്തു, 2 കൊടുത്തു, 3 കൊടുത്തു, അതൊക്കെ കൊടുത്തു. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 1 കൊടുത്തപ്പോൾ 2 ആണ് കിട്ടുന്നത് അല്ലേ? പിന്നെ 1 കൊടുത്തപ്പോൾ നമുക്ക് 3 കിട്ടിയത് ആണോ? 1 കൊടുക്കുമ്പോൾ എന്തേ കിട്ടുന്നുള്ളൂ? 2 എന്ന് തന്നെ കിട്ടുള്ളൂ. പിന്നെ വേറെ നമ്പേഴ്സ് എന്ത് ചെയ്യുന്നില്ല, നമുക്ക് കിട്ടില്ല അല്ലേ? പിന്നെ 2 കൊടുത്തപ്പോൾ നമുക്ക് എവിടേക്ക് പോയി?
2 കൊടുത്തപ്പോൾ നമുക്ക് 2 തന്നെയാണോ കിട്ടിയത്? അല്ല, 4 കിട്ടി. അങ്ങനെ ഓരോ ഡൊമൈനും എന്ത് ചെയ്തു? ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്ത് കിട്ടി? ഡിഫറെൻ്റ് എലമെൻറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ഡിഫറെൻ്റ് എലമെൻറ്റ്സിക്ക് മാപ്പ് പോയി കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചിട്ടുണ്ടായിരുന്നത്? 1 1 ആണ് എന്ന് പറഞ്ഞത് അല്ലേ? അപ്പോൾ ഇത് ഓൺ ടു ആണോ? ഓൺ ടു അല്ല. കാരണം എന്താ? അതിൻ്റെ റേഞ്ച് എടുക്കുന്ന സമയത്ത്, റേഞ്ച് ഓഫ് എഫ് എടുക്കുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടണം? n മൊത്തം കിട്ടണം. അങ്ങനെ കിട്ടിയിട്ടുണ്ടോ? നാച്ചുറൽ നമ്പേഴ്സ് മൊത്തം എനിക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ഇവിടെ 1 വന്നിട്ടില്ല, 3 ആരും മാപ്പ് ചെയ്തിട്ടില്ല, 4 ആരും മാപ്പ് ചെയ്യുന്നില്ല. എവിടേക്ക് മാത്രമേ മാപ്പിംഗ് നടക്കുന്നുള്ളൂ? 1 1 ആവുന്നുണ്ട്, പക്ഷെ ഓൺ ടു ആവുന്നില്ല. കാരണം എന്താ? 1 മാപ്പ് പോയിട്ടില്ല, 3 മാപ്പില്ല, 5 മാപ്പില്ല, ഓരോ നമ്പേഴ്സിക്ക് ഒന്നും മാപ്പില്ല. ഈവൻ നമ്പേഴ്സിക്ക് മാത്രം മാപ്പ് പോയിക്കണു. അപ്പം അത് ഓൺ ടു ആയോ? ഇല്ല. ഓക്കെ, റേഞ്ച് എടുക്കുന്ന സമയത്ത്, ഒരു ഫംഗ്ഷൻ്റെ റേഞ്ച് എടുക്കുന്ന സമയത്ത് അത് നാച്ചുറൽ നമ്പേഴ്സ് ആവണം. ആയില്ല, ഫുള്ള് നാച്ചുറൽ നമ്പേഴ്സ് നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ഇത് ഓൺ ടു അല്ല. അപ്പം ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? 1 1 ആണ്, പക്ഷെ ഓൺ ടു അല്ല. രണ്ടാമത്തെ ഓപ്ഷൻ അല്ലേ? അപ്പം ആൻസർ ഏതാ വരുന്നത്? 2. രണ്ടാമത്തെ ഓപ്ഷനാണ് ആൻസറായിട്ട് നമുക്ക് കിട്ടുക. വളരെ സിമ്പിളാണ്. 1 1 ആണ്, പക്ഷെ എന്തല്ല? ഓൺ ടു അല്ല. ഈ ഒരു എക്സാമ്പിളിലൂടെയും നമുക്ക് എന്തിലേക്ക് എത്താം? പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. 1 മാർക്കൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ ചെയ്ത് പോയാൽ മതി കേട്ടോ. ഇനി അതല്ല, 1 മാർക്കിനും കൂടുതലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൊരു ട്രിക്ക് ഉണ്ട്, ആ രീതിയിൽ പോവുക. f(x1) = എന്താണെന്ന് കാണിക്കണം. എന്താ? f(x1) = f(x2) ആണെങ്കിൽ അത് ഇംപ്ലൈ ചെയ്തിട്ട് എവിടേക്ക് പോകണം? പ്രൂവ് ചെയ്ത് വരണം. x1 = x2 ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ പ്രൂവ് ചെയ്ത് വന്നാൽ അത് സോൾവ് ആയി. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്താൽ മതി അല്ലേ? മതിയായോ? ബോറടിച്ച? അപ്പോൾ ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. എൻ്റെ പാട്ട് ഏതൊരു പാട്ടായിരുന്നു? ആ പാട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. ആരെങ്കിലുമൊക്കെ എവിടെ ഉണ്ടോ നോക്കാനാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്. അപ്പോൾ ആദ്യം നോക്കേണ്ടത് എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എവിടെ നിന്ന് എവിടേക്കാണ്? 1 2 3 4 5 5ലേക്ക് മാപ്പ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സെറ്റിൽ നിന്ന് ഒരു സെറ്റിലേക്ക് മാപ്പ് ചെയ്യുന്നുണ്ട്. അതും മാപ്പ് ചെയ്യുന്നുണ്ട് ഏതൊക്കെ എലമെൻറ്റ്സ് ഏതൊക്കെ എലമെൻറ്റിലേക്കാണ് മാപ്പ് ചെയ്യുന്നുള്ളതും കൂടി പറയുന്നുണ്ട്. 1 എവിടേക്ക് പോകും? മാപ്പ് ചെയ്യുന്നുണ്ട് 5ലേക്ക്. 2 എവിടേക്ക് മാപ്പ് ചെയ്യുന്നുണ്ട്? 5ലേക്ക്. വേറെ എലമെൻ്റ് ഒന്നും ഇല്ല മാപ്പ് ചെയ്യാൻ. 3 എവിടേക്ക് മാപ്പ് ചെയ്യുന്നുണ്ട്? 5ലേക്ക്. 4 എവിടേക്ക് മാപ്പ് ചെയ്യുന്നുണ്ട്? ഇതാടാ, ഇതൊക്കെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടാവുന്നല്ലോ, ഈ റിലേഷൻ അല്ല, ഒരു ഫംഗ്ഷൻ എന്ന് പറയണത് റിലേഷനൊക്കെ എന്ത് തന്നെയാണ്? ഓപ്പൺ പെയറിലാണ് എഴുതാറ്. 6 എന്ന് പറയുമ്പോൾ റിലേഷനായിട്ട് വരും. പക്ഷേ അതിൻ്റെ കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ ഫംഗ്ഷൻ എഫ് ഉള്ളത് കൊണ്ട് ഫംഗ്ഷൻ എടുത്ത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇത് ഫംഗ്ഷനാണ് എന്നുള്ളത് മനസ്സിലാക്കണം. 6 പിന്നെ എന്താണ്? മാപ്പിംഗ് ഒന്നുമില്ല നമുക്കറിയാലോ, സിമ്പിളല്ലേ? റിലേഷൻ മാത്രമേ ഉള്ളൂ. ആ റിലേഷൻ ഒന്ന് മനസ്സിലാക്കുക, അത്ര തന്നെ ഉള്ളൂ. ഇതിൽ മാപ്പിംഗ് ഉണ്ട്, അത്ര തന്നെ. അപ്പോൾ എല്ലാം മാപ്പ് ചെയ്ത് പോയിരുന്നു. 1 ആയാലും 5ലേക്കാണ്, 2ഉം 5ലേക്കാണ്, 3ഉം 5ലേക്കാണ്, 4ഉം 5ലേക്കാണ്. ഓക്കെ, 5 ഇല്ല, ഇവിടെ 5 ഇല്ല കേട്ടോ. 5 ഇല്ല. എന്നായാലും എല്ലാം മാപ്പ് പോയത് എവിടേക്കാണ്? 5ലേക്കാണ്. അപ്പം ഇത് 1 1 ആണോ? ആദ്യം ചിന്തിക്കും, ഇത് 1 1 ആണോ? 1 1ൻ്റെ കണ്ടീഷൻ എന്താ? ഒരു സെറ്റിൽ നിന്ന് എവറി എലമെൻറ്റ്സ്, ഇപ്പോൾ ഇത് എ ആണെന്ന് വിചാരിക്കുക, എയിലെ എവറി എലമെൻറ്റ്സ് ഇൻ എ മാപ്ഡ് ടു ഇത് ബി ആണെന്ന് വിചാരിച്ചാൽ ദ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഇൻ ബി. അങ്ങനെയാണോ പോയിക്കുന്നത്? ഡിഫറെൻറ്റ് എലമെൻറ്റ്സിലേക്കാണോ മാപ്പിംഗ് വന്നേക്കുന്നത്? അല്ല, എല്ലാവരും കൂടിയിട്ട് എനിക്ക് 5 മതി എന്ന് പറഞ്ഞിട്ട് വന്നേക്കുകയാണ്. ഇത് ശരിയായോ? ഇത് ശരിയാണോ? ഒരു നല്ലൊരു കാര്യമാണോ? എല്ലാവർക്കും 5 ആണോ വേണ്ടത്? ഇപ്പോൾ എല്ലാവരും ഒരാളെ തന്നെയാണോ കിട്ടാൻ പോകുന്നത്? അല്ല, വ്യത്യസ്തമായിട്ട് കിട്ടേണ്ടി വരും അല്ലേ? എല്ലാവർക്കും ഒരു പാർട്ട്ണർ വേണം. പക്ഷേ 1നും 5 മതി, 2നും 5 മതി, 3നും 5 മതി, 4നും 5 മതി എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? ഇല്ല. അത് 1 1 അല്ല, എല്ലാവർക്കും ഒന്നിച്ച് കിട്ടിയിട്ടില്ല, എല്ലാവർക്കും ഒരാളെ വെച്ചിട്ട് കിട്ടി. അപ്പോൾ ഇത് 1 1 അല്ല. അതുകൊണ്ട് തന്നെ ഇത് എന്താണ് ബൈജക്റ്റീവ് ആവില്ല.
അല്ലേ? ബൈജക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എവറി ബൈജക്റ്റീവ് ഫങ്ഷൻ എന്ന് പറയുന്നതും എന്താണ്? യെസ്, ഓൾസോ എന്തും കൂടിയാണ്, എല്ലാ ബൈജക്റ്റീവ് ഫങ്ഷൻസും എന്തും കൂടിയാണ്? ഇൻവെർട്ടബിൾ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവേഴ്സ് അവിടെ എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ബൈജക്റ്റീവ് അല്ല, കാരണം എന്താ? 1 കൂടിയല്ല, പിന്നെ 1 നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ബൈജക്റ്റീവ് അല്ല എന്ന് മനസ്സിലായി. അപ്പോൾ ബൈജക്റ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തല്ല? ഇൻവെർട്ടബിൾ അല്ല. ഇൻവെർട്ടബിൾ ആണെങ്കിൽ മാത്രമേ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ഇത് എന്ത് ക്വസ്റ്റ്യൻ ആയിരുന്നു? എവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു? ബൈജക്റ്റീവ്, ഇൻവെർട്ടബിൾ അല്ലേ, ഇൻവേഴ്സ്. ഇത് എന്തൊക്കെ ക്വസ്റ്റ്യൻ ആയിരുന്നു? 1 1 on 2 സെയിം, ഏകദേശം ഒരേ കാറ്റഗറി തന്നെയാണ്. ഇത് ഇൻവേഴ്സ് ആണെന്ന് മാത്രം. ഇത് 1 1 on 2 നോക്കാനുള്ളത്. ഇത് ഏത് ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു? 1 1 on 2 ആണ്. പുതിയൊരു മെത്തേഡ് ഞാൻ പറഞ്ഞു, f(x1) = f(x2) implies x1 x2 എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്തു പോകുന്നത്. ഏത്? ഈ ഒരു ക്വസ്റ്റ്യൻ. പിന്നെ ഇതിന് നമുക്ക് അതുപോലെ ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല, അങ്ങനെയും ചെയ്യാട്ടോ. അങ്ങനെ ചെയ്ത് നോക്കി നോക്കിട്ടാ. ഇത് വെച്ച് ഈ ഒരു പ്രോബ്ലം നമുക്ക് അതേപോലെ ചെയ്യാം. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, 1 വേർഡാണ്, 1 മാർക്കാണ്. എങ്ങനെയാ വെച്ചാൽ സിമ്പിളായുള്ള രീതിയിൽ ചെയ്യാം. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളെന്താ ബൈനറി ഓപ്പറേഷൻ ബേസ് ചെയ്തിട്ട് ചെയ്തു. പിന്നെയോ കോമ്പോസിഷൻ. ഏകദേശം എല്ലാം ഞാൻ വീണ്ടും ഒന്നും ഓടിച്ചു വിട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.